പൊതുപരീക്ഷയിൽ കെമിസ്ട്രിയെ നേരിടാൻ നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് മൂലകങ്ങൾ അഥവാ എലമെൻറ്റ്സ്. ആദ്യത്തെ 30 എണ്ണം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ആ 30 എലമെൻറ്റ്സ് മൂലകങ്ങളെയും അവ പ്രതിനിധീകരിക്കുന്ന അക്ഷരത്തെയും നോക്കാം. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് പറഞ്ഞു നോക്കാം. എവിടെയെങ്കിലും ഡൗട്ട് തോന്നുന്നുവെങ്കിൽ വീഡിയോ മുഴുവനായി ഒന്ന് കണ്ടു നോക്കൂ. ആദ്യത്തെ എലമെൻ്റാണ് ഹൈഡ്രജൻ, H. രണ്ടാമത്തെ എലമെൻ്റ് ഹീലിയം, He. ലിഥിയം, Li. ബെറിലിയം, Be. ബോറോൺ, B. കാർബൺ, C. നൈട്രജൻ, N. ഓക്സിജൻ, O. ഫ്ലൂറിൻ, F. നിയോൺ, Ne. സോഡിയം, Na. ഓർമ്മിക്കണം, സോഡിയം Na. Na വരാൻ കാരണം നാട്രിയം എന്നാണ് സോഡിയത്തിൻ്റെ ശാസ്ത്രീയ നാമം, ലാറ്റിൻ നെയിം. മഗ്നീഷ്യം, Mg. അലുമിനിയം, Al. സിലിക്കൺ, Si. ഫോസ്ഫറസ്, P. സൾഫർ, S. ക്ലോറിൻ, Cl. ആർഗൺ, Ar. പൊട്ടാസ്യം, K. പൊട്ടാസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് കാലിയം, സോ K. പൊട്ടാസ്യം, K. കാൽഷ്യം, Ca. സ്കാൻഡിയം, Cs. ടൈറ്റാനിയം, Ti. വനേഡിയം, V. ക്രോമിയം, Cr. മാംഗനീസ്, Mn. അയൺ, ഇരുമ്പ്, ഫെറം ആണ് ശാസ്ത്രീയ നാമം, സോ Fe. അയൺ, ഇരുമ്പ്, Fe. കൊബാൾട്ട്, Co. നിക്കൽ, Ni. കോപ്പർ, Cu. കോപ്പറിൻ്റെ ശാസ്ത്രീയ നാമമാണ് കുപ്രം, Cu. കോപ്പർ, Cu. സിങ്ക്, Zn. 30ാമത്തെ എലമെൻ്റാണ് സിങ്ക്. നമുക്കിനി PSC ചോദിക്കുന്ന കുറച്ച് കെമിസ്ട്രി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്ന എലമെൻ്റ് ഏത്? മെർക്കുറിയാണ് ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്നത്. ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ഏതാണ്? ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹമാണ് ലിഥിയം. ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നത് ഏത്? ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയം ആണ്. സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഏക അലോഹം ഏതാണ്? നോൺ മെറ്റൽ. ബ്രോമിനാണ് സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ കാണുന്ന അലോഹ മൂലകം.